പക്ഷേ ഈ മുകളിൽ കണ്ടോ, ഇതാണ് ഇവിടെ മോണോ റെയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഹെൽമെറ്റിന്റെ കാര്യം പിടിക്കാനായിട്ട് ഒരുപാട് പോലീസ് ഉണ്ട്. എന്നാൽ ട്രാഫിക്കിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കാനായിട്ടൊന്നും ഒറ്റ പോലീസില്ല. ഒന്ന് അസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനൊന്നും ഒരു മനുഷ്യനില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട്. ഇത്തരം ട്രാഫിക്കുള്ളവരും മാക്സിമം പിടിക്കാൻ നോക്കുന്നുണ്ട്. അവരെ കഴിവ് തന്നെ ഉണ്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ ട്രാഫിക്കിലും ഇത്രയും ഇതായിട്ടുള്ള സ്ഥലത്തും കൂടി അവര് അത്രയും ഇതായിട്ട് ഹെൽമെറ്റിന്റെ പിടിക്കണ്ടല്ലോ, സഹായിച്ചിട്ടുണ്ടായിരുന്നു. വെയിലടിക്കണ്ട്, നേരെ കണ്ണിലാണ് അടിക്കണം. ഇതിലാണ് വൈസർ അങ്ങനെ സംഭവമൊന്നുമില്ല. അപ്പൊ അറിഞ്ഞാണ് എൻ്റെ അടുത്ത് പതുക്കെ തോന്നി. വൈസറുള്ള ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ മേടിച്ചില്ല. മേടിച്ച ഹമ്പിന്റെ പെരുന്നാൾ. അതെ, ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞ റോഡില്. ബസ്സൊക്കെ ഉണ്ടോ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിറ്റിയുടെ അവസ്ഥ നമ്മൾ കാണുന്നു. ഏറ്റവും പോലത്തെ കൺസ്ട്രക്ഷൻ എപ്പോ തീരുന്നതാണ് ഈ കൺസ്ട്രക്ഷനൊക്കെ. ഇല്ല, ഞാൻ എവിടെ പോകുമ്പോഴും, അതായത് നമ്മുടെ നാട്ടിലെ ഏത് സിറ്റി പോകുമ്പോഴും കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ. ഇതൊക്കെ എപ്പോ തീർന്നൊരു പാലം ഉണ്ടാക്കുന്നു ഇവര്. നമുക്കും കഴിയാൻ ചെയ്യാൻ ബാക്കി നോക്കുന്നുണ്ട്, പോലീസുകാരൻ ബാക്കിയൊന്നും ഇല്ല. ഒന്നുണ്ട്.
ജസ്റ്റ് രക്ഷപ്പെട്ടു guys. വേറെ ആരോടും പിടിച്ചു. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. വേറെ ആരോടും പിടിക്കാൻ എന്നെ പിടിക്കാൻ നോക്കുന്നു ക്യാമറ ഒക്കെ കൊണ്ടിട്ട്. ഞാൻ ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കുന്നുണ്ട്, ബാക്കില് പോലീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നേരത്തെ കൈ കാണിച്ച പോലെ എനിക്ക് തോന്നുന്നു. മറ്റവൻ എന്തിനാ പിടിച്ചോന്നോ, ഹെൽമെറ്റ് ഒക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഹെൽമെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് സ്ഥലത്ത് പോലീസുകാർ അടിക്കണ്ട്, ഫൈൻ അടിക്കണ്ട്, ഹെൽമെറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പോലീസുകാര്. നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു ട്രാഫിക് പോലീസ് നിന്ന് ഇറ്റൂരി റോഡ് ഒന്ന് അസിസ്റ്റൻസിന് നിൽക്കേണ്ട സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഞാൻ വന്ന റൂട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതായത് പോലീസുകാരിൽ നിന്നിട്ട് ഫൈൻ അടിക്കാമെന്നല്ല ഞാൻ പറഞ്ഞ, പോലീസുകാരിൽ നിന്ന് എന്താ പറയുന്ന റൂട്ടൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അങ്ങനത്തെ സിഗ്നൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പരിധിക്കുള്ള സിഗ്നൽസ് കാര്യമില്ല. ആള് നിന്ന് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോലീസുകാര് മെഷീനും വെച്ച് ഫൈൻ അടിക്കാൻ നിൽക്കണം. ആണ് കോമഡി. കേരളം മാത്രമല്ല, എനിക്ക് ഇവിടെയൊക്കെ ഒരുപാട്, എനിക്കൊന്ന് മുംബൈ വെച്ച് സോറി മുംബൈന്ന് ഗോവയിൽ നിന്ന് ഇത്രയും ഇതൊന്നുമില്ല. പോലീസുകാരൊന്നും അങ്ങനെ ഫൈൻ അടിക്കാൻ പരിപാടിയൊന്നുമില്ല. വളരെ വളരെ ഞാൻ കണ്ടിട്ടില്ല പോലീസുകാർ. പക്ഷെ എന്റെ വണ്ടി നോട്ട് ചെയ്ത ഒരു പോലീസുകാർ, അത് പക്ഷെ പോലീസുകാരുടെ തെറ്റല്ല, കുറെ നോട്ട് ചെയ്തു. കാരണം ഞാൻ ടാറ്റ മഹേന്ദ്രയുടെ വണ്ടി ഞാൻ ആദ്യമായിട്ട് വന്നു. അപ്പൊ അവിടെ വെച്ച് വണ്ടിയുടെ നമ്പർ നോക്കി. കാരണം ആ സമയത്ത് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടായില്ല ഗോവയിൽ വെച്ച്. കാരണം ഹെൽമെറ്റ് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി കഴിച്ചു. സോറി, ഈ ഹെൽമെറ്റ് വല്ലതും മോഷ്ടിച്ച് കട്ടുകൊണ്ട്, അതായത് നമ്മള് ഈ ബീച്ചിലൊക്കെ പോകുമ്പോ ഹെൽമെറ്റ് വെക്കുമല്ലോ വണ്ടിയിൽ, പേടി എനിക്ക് ഭയങ്കര. മാത്രമല്ല അവര് പറഞ്ഞ ഹെൽമെറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ആര് ഈ നമ്മൾ വഴിയിലെ ആൾക്കാർ, കാരണം കാഴ്ചയിലും ആരും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ഹെൽമെറ്റ് ആരുടെ ഹെൽമെറ്റും കാണുന്നില്ല തലയില്. അവര് പറയുന്നത് ടാക്സി വണ്ടിയാണെങ്കിൽ, അതായത് യെല്ലോ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ മാത്രം ഇതിന്റെ ആവശ്യമുള്ളൂ എന്നാ പറഞ്ഞു. സിഗ്നലൊന്നും മനസ്സിലാവണല്ലോ ഇപ്പൊ. പോവാനാണോ അല്ലെങ്കിൽ ഇനി ആക്ച്വലി 16 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇത്ര റൗണ്ട് അടിച്ചു വന്ന് 16 കിലോമീറ്റർ പണി കിട്ടി. ഇവിടെ എല്ലാം കൺഫ്യൂസ്. ഇവിടെ ഇതില് ബൈക്ക് കയറ്റാൻ പാടില്ല ഈ ഒരു വഴി. വേറെ പതുക്കെ യൂ ടേൺ അടിച്ചിട്ട് ഇവിടെ ബൈക്ക് ഉണ്ട്, ഭയങ്കര സ്ട്രിക്റ്റഡ് ആണ്. അടി കൂടെ പോവാൻ ഞാൻ പറഞ്ഞ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു സാർ. ഇതിപ്പോ നമ്മള് റോങ് വേ പോണം. ഞാൻ വിളിച്ച് ഫൈൻ അടിച്ചിരുന്നു. അയാള് ഫൈനൊന്നും അടിച്ചില്ല. ഞാൻ സോറി കൂടെ പറഞ്ഞു. സോറി വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ അറിയാൻ പാടാത്തോണ്ടല്ലേ, അടി കൂടെ പോയിക്കോളാൻ. ഈ മാപ്പിലാണെങ്കിൽ ഇതെല്ലാം ഞാനാണ് ഈ ബൈക്കിന്റെ വെച്ചേക്കണത്. അപ്പൊ മര്യാദക്ക് കാണിക്കണ്ടേ. ഡ്രൈവറൊന്നും ബൈക്കിനെ കേട്ടിട്ട് ഞാൻ ആ പോലീസുകാരനെ എത്തി പെട്ടെന്ന് ഞാൻ ക്യാമറ ഓഫ് ഇട്ട്. ഇനി അയാള് വീഡിയോ പിടിക്കണോണ്ട് ഒരു തെറ്റിച്ചോണ്ട് എന്നൊരു ഫൈൻ പിടിച്ചാലോ എന്ന് ചോദിച്ചിട്ട്, വീഡിയോയുടെ അല്ല കഴിച്ചത്, ഞാൻ മാപ്പിൽ കാണിച്ച ഇങ്ങനെയാണ്. ഇത് അടി കൂടെ പോണം. ഞാൻ ചോദിച്ചു 200 രൂപ എടുക്ക്, അത് കഴിഞ്ഞിട്ട് നീ താഴത്തെ കൂടെ പോകുന്നു പറയുന്നു. അയാള് ഫൈനൊന്നും പറഞ്ഞില്ല ഭാഗ്യത്തിന്. അടി കൂടെ വണ്ടി എടുക്കണം. ഇതിലിപ്പോഴും മോളത്തെ വഴി തന്നെ കാണിക്കണം. മനസ്സിലാവില്ല മാപ്പിൽ. ഒന്നാമത് ഒരു ഈ റൂട്ടും മോളത്തെ റൂട്ടും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല മാപ്പിൽ കാണുമ്പോ. അതാണ് പ്രശ്നം. തള്ളിപ്പുഴ റോഡ്. റൂട്ട്
ഭയങ്കര കട്ടറുണ്ട്, ഭയങ്കര കട്ടർ. ഇപ്പൊ ഒരു കടവിന് വേണ്ടിയിട്ടുള്ള ഇവിടുന്ന് വണ്ടി ഓടിക്കാൻ പറ്റില്ല. പശുക്കളുടെ റൂട്ടാണ്. പശുവോ കാള എന്തോ സാധനം.